നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ, എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറിയും. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉന്മേഷ, ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയൊപ്പം തന്നെ അപമാനിച്ചു എന്ന് കാണിച്ച പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തില്ല എന്ന് കാണിച്ചാണ് യദു മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ പരാതിയിലാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ട് KSRTC CMDയും ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കമ്മീഷണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കണ്ടോൺമെന്റ് ACPക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി. പക്ഷേ പോലീസ് ഈ ഘട്ടമായിട്ട് പോലും ഇതുവരെ കേസെടുത്തിട്ടില്ല. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു. അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും പോലീസിനും ഒപ്പം തന്നെ KSRTCക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഴുതുകളില്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. ഈ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസിനും വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഈ മാസം ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് വിശദമായി ഈ റിപ്പോർട്ടിന് പുറത്തുള്ള തുടർ നടപടികളും കമ്മീഷൻ സ്വീകരിക്കും. ഉന്മേഷ്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകിയതിന് സസ്പെൻഷനിലായ 3 ഉദ്യോഗസ്ഥരെ ജോലിയിൽ തിരിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെയാണ് തിരിച്ചെടുത്തത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, വിവരങ്ങൾ. ഉന്മേഷ്, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ഈ CBI റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞൊരു വലിയ ആരോപണം. CBI ആ കേസ് ഏറ്റെടുക്കാൻ വൈകിയത് എന്തെന്നൊരു വലിയ പരാതി സർക്കാരിന് മേളിൽ തന്നെ വരികയും CBI അതിന് വിശദീകരണം നൽകിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു റിപ്പോർട്ടും തങ്ങൾക്ക് സമർപ്പിച്ചില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തലത്തിൽ ഒരു അന്വേഷണം നടത്തി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്ത 3 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ തന്നെ ഇവരെ സസ്പെൻഷനിൽ നിന്ന് തിരിച്ചെടുക്കും. അത് കൃത്യമായ ഒരു കാലയളവ് മാത്രമായിരുന്നു ഒരു ശിക്ഷാ നടപടി എന്നതിന്റെ പേരിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത്. ആ ശിക്ഷാ നടപടിയുടെ കാലാവധി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ ഒരു മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമായിരുന്നു സസ്പെൻഷൻ എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഏറെക്കുറെ അത് ഉറപ്പിക്കുന്ന നിലയിലാണ് ഈ നടപടിക്ക് ശേഷം, ആ കൃത്യമായ കാലയളവിന് ശേഷം അവർ തിരിച്ചെടുത്തിരിക്കുന്നത്. സലിം മാലിക് തിരുവനന്തപുരത്ത്. മണിപ്പൂർ കലാപത്തിന്റെ 1ാം വാർഷികമായ നാളെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത കുക്കി സംഘടന. കാങ്പോങ്ചി ജില്ലയിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിച്ച സെമിത്തേരിയിൽ പ്രവർത്തകർ ഒത്തുചേരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ബൽറാം, ഏത് സംഘടനയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിന്റെ സംഘടനയായ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റിയാണ് നാളെ സംസ്ഥാനത്ത് പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മണിപ്പൂർ സംഘർഷം ആരംഭിച്ച് നാളേക്ക് 1 വർഷം പൂർത്തിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അനുസ്മരിക്കുന്നതിനും അവർക്ക് ആദരവ് അർപ്പിക്കുന്നതിനുമായി നാളെ പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി കാങ്പോങ്ചി ജില്ലയിലെ ഹൈജാങ് ഗ്രാമത്തിലെ രക്തസാക്ഷികളുടെ ശ്മശാനത്തിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാനാണ് ഈ സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ സംസ്ഥാനത്ത് ഈ കടകമ്പോളങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും അടച്ചിടാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു. കൂടാതെ വീടുകളിൽ കരിങ്കൊടികൾ ഉയർത്തണമെന്നും വൈകിട്ട് 7 മണി മുതൽ മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടത്തണമെന്നും ദേശീയപാതയോരങ്ങളിലും മെഴുകുതിരികൾ കത്തിക്കണമെന്നും ആഹ്വാനമുണ്ട്. രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കുന്നതിനായി ഗൺ സല്യൂട്ട് നൽകണമെന്നും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണമെന്നുമുള്ള ആഹ്വാനവും സംഘടന നൽകിയിരിക്കുന്നു. ഈ സംഘർഷത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. വൈദ്യുതി ഉപയോഗം വൻതോതിൽ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ KSEBയെ അറിയിച്ചു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. KSEB അധികൃതർ
യോഗം ചേർന്ന് സർക്കാരിന് പുതിയ നിർദ്ദേശങ്ങൾ അറിയിക്കും. വി എ ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗം, ആ യോഗത്തിന്റെ തീരുമാനങ്ങളായിരിക്കും അന്തിമമായി സർക്കാരിന് കൈമാറുക? ഗിരീഷ്, ാകും അന്തിമമായും സർക്കാരിന് കൈമാറുക. പക്ഷേ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചില കാര്യങ്ങളിൽ ധാരണയിലായിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ കൂടി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതിനുശേഷമാവും ഔദ്യോഗിക പ്രഖ്യാപനം ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്നത് സംബന്ധിച്ച് ഉണ്ടാകുക. ഏതായാലും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ KSEB അവരുടെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു വൈദ്യുതി നിയന്ത്രണം സംസ്ഥാനത്ത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് KSEB മുന്നോട്ട് വെച്ച വാദം. എന്നാൽ ഈ ചൂടുകാലത്ത് രാത്രികാലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതായിരുന്നു സർക്കാർ ചൂണ്ടിക്കാട്ടിയ ഒരു വാദം. അതുകൊണ്ട് തന്നെ KSEBയുടെ ആവശ്യം സർക്കാർ തള്ളി. പക്ഷേ അപ്പോഴും വൻകിട വ്യവസായശാലകൾക്ക് രാത്രികാലങ്ങളിൽ വൈദ്യുതി നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ യോഗത്തിൽ ധാരണയായി. പവർ കട്ടിന് സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ പവർ കട്ടിന് സമാനമായ ഒരു നിയന്ത്രണമായിരിക്കും ഈ വൻകിട വ്യവസായശാലകൾക്ക് കൊണ്ടുവരിക. രാത്രികാലങ്ങളുള്ള ഷിഫ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കാൻ വ്യവസായശാലകളോട് ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ കാർഷിക ആവശ്യത്തിനുള്ള പമ്പിംഗ് പകൽ സമയം മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ വൈദ്യുത ലൈനിലെ ഫീഡറുകൾ ഡ്രിപ്പ് ആകുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് ആ സ്ഥലങ്ങളിലുള്ള നിയന്ത്രണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അധിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നത് സംബന്ധിച്ച് ഈ യോഗത്തിലായിരിക്കും തീരുമാനം. ഇതിനുശേഷമാണ് വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെ കാണുക. ഇതിനുശേഷം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഉന്മേഷ്, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കൊടും ചൂടാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു ആ യോഗത്തിലൂടെ? അലക്സ്. ഉന്മേഷ, സംസ്ഥാനത്ത് അതിതീവ്രമായ അതിശക്തമായ ചൂട് തുടരും. അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 4 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത് ഇന്നും നാളെയും തുടരും. ഈ ചൂട് ഒരാഴ്ച കൂടി തുടരുമെന്ന സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാനത്തെ സാഹചര്യം പൊതുവായി വിലയിരുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് ഈ അതിതീവ്രമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 6 വരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആസ്ബസ്റ്റോസ്, അതുപോലെ ടിൻ ഷീറ്റുകൾ, മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കലാകായിക മത്സരങ്ങൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നടത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീപിടുത്ത സാധ്യത മുൻകൂട്ടി കണ്ട് ഫയർ ഓഡിറ്റ് അടക്കം നടത്തി കെട്ടിടങ്ങളുടെ, സ്കൂളുകളുടെ, ആശുപത്രികളുടെ ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനൽ മഴ സജീവമാകുന്നതിന് മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ, ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആ യോഗങ്ങൾ ചേർന്ന് അത് വിലയിരുത്തണം. മാർച്ച് 25-നകം അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റോഡിന്റെ ഇടതുഭാഗം തടസ്സപ്പെടുത്തരുത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് തെളിയുമ്പോൾ ഇടതുഭാഗത്തേക്ക് പോകാനുള്ള സൗകര്യം മറ്റു വാഹനങ്ങൾ തടയരുത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. നിയമലംഘനങ്ങൾ പരിശോധിച്ച് കോഴിക്കോട് RTOയും സിറ്റി പോലീസ് കമ്മീഷണറും 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. ഇപ്പോൾ രാഹുൽ, എന്താണ് ഈ നിർദ്ദേശം? ഉന്മേഷ്, നമ്മൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സിഗ്നൽ തെളിഞ്ഞാലും, ചുവന്ന സിഗ്നൽ തെളിഞ്ഞാലും സ്വതന്ത്രമായി ഇടതുവശത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ വിവിധയിടങ്ങളിൽ ഇതിന് തടസ്സമായി വാഹനങ്ങൾ മുന്നിൽ നിർത്താറുണ്ട്. ഇതാണ് പലപ്പോഴും ഇടതുവശത്തേക്ക് സ്വതന്ത്രമായി പോകാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നത്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കോഴിക്കോട് RTOയോടും സിറ്റി പോലീസ്
പോലീസ് കമ്മീഷണറോടും വിശദമായി സംഭവം പരിശോധിച്ച ശേഷം അന്വേഷണ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. മെയ് 17 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിലായിരിക്കും ഈ കേസ് പരിഗണിക്കുക. കടുത്ത ചൂടാണ്. ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ ഈ പ്രശ്നം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. ഉന്മേഷ്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർക്കാർ കരാറുകളിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തും എന്നാണ് പുതിയ ആരോപണം. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പറഞ്ഞു. राम को हराएंगे ऐसा जोड़ देते हैं, यानी समाज में भी बांटने की बात करते हैं. यानी कांग्रेस पार्टी लोकतंत्र का चुनाव नहीं लड़ रही है. कांग्रेस के लिए ये चुनाव भगवान श्री राम के खिलाफ लड़ाई का चुनाव बना दिया है. मैं इनसे पूछना चाहता हूं, भगवान राम को हराकर जरा बताइए किसको जिताना चाहते हैं. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എന്താണ് പ്രധാനമന്ത്രിയുടെ പരാമർശം? കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഗുജറാത്തിലേക്ക് എത്തുമ്പോഴും വിദ്വേഷ പരാമർശം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഹിന്ദുക്കൾക്കെതിരാണ് കോൺഗ്രസ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചില പരാമർശങ്ങൾ എടുത്ത് നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡിൽ വെച്ച് മല്ലികാർജുൻ ഖാർഗെ നടത്തിയ ഒരു പരാമർശമാണ്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗം അടർത്തി മാറ്റിയാണ് വിഷ്ണു ഭക്തരെയും ശിവഭക്തരെയും തമ്മിലടിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ തന്ത്രം. ഹിന്ദു സമുദായത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിനെ BJP ചെറുക്കും എന്ന് അദ്ദേഹം പറയുന്നു. മുഗളന്മാർ വിചാരിച്ചിട്ട് പോലും കഴിയാത്ത കാര്യമാണ് അതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഒരു പരിധിയിലപ്പുറത്തേക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സർക്കാർ കരാറുകൾ, അത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ കോട്ട ഉണ്ടാകും എന്നതാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ സർക്കാർ ജോലികൾ നൽകുന്നതിൽ, സർക്കാർ കോൺട്രാക്ടുകൾ നൽകുന്നതിൽ ഒരു സംവരണം ഉണ്ടാവും. അതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഗുജറാത്തിൽ മറ്റു റാലികൾ കൂടിയുണ്ട്. അദ്ദേഹം സമാന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ റാലികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിന് സീറ്റില്ല. ബ്രിജ് ഭൂഷൺ സിംഗിന് പകരം മകൻ കരൺ ഭൂഷൺ സിംഗ് കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാകും. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, കേന്ദ്രത്തെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഒന്നായിരുന്നു ഗുസ്തി താരങ്ങളുടെ ജന്തർ മന്ദറിലെ സമരം. അന്ന് ഈ ഗുസ്തി താരങ്ങൾ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചത് ബ്രിജ്ഭൂഷന് എതിരായിരുന്നു. അങ്ങനെ ആ കേസ് ഇപ്പോൾ ഡൽഹി കോടതിയുടെ പരിഗണന നിൽക്കുന്നു. ഇതെല്ലാം ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP സീറ്റ് നൽകാത്തത്. പകരം അദ്ദേഹത്തെ പിണക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മകന് കരൺ സിംഗിന് ഈ സീറ്റ് നൽകിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച കൈസർഗഞ്ചിൽ നിന്നും 3 തവണ MP ആയ വ്യക്തിയാണ്. മൊത്തത്തിൽ 7 തവണ ഉത്തർപ്രദേശിൽ നിന്നും MP ആയ ഒരാൾ കൂടിയാണ് ബ്രിജ്ഭൂഷൺ ഈ ശരൺ സിംഗ്. കൂടാതെ തന്നെ ഗോണ്ട മേഖലയിൽ അടക്കം വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പിണക്കി നിർത്തുന്നത് അത് ഈ ഒരു ഘട്ടത്തിൽ നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് മകന് ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി നിർണയം കൂടി നടത്തിയിരിക്കുകയാണ് BJP. അവിടെ ദിനേശ് പ്രതാപ് സിംഗ് ആയിരിക്കും മത്സരിക്കുക. ഈ 2 ഇടങ്ങളും 5ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് വരുന്നത്. മെയ് 20-ന് ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജസ്ഥാൻ സിൽക്ക് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന പരാതിയിൽ സ്ഥാപനം നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. രാജസ്ഥാൻ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡ്ക്രാഫ്റ്റ് എന്ന സ്ഥാപനമാണ് 28,000 രൂപ നഷ്ടപരിഹാരം നൽകേണ്ടത്. വിനീത VG ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ്? രാജസ്ഥാൻ സിൽക്ക് സാരി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടേതാണ് ഈ നടപടി. ഈ രാജസ്ഥാൻ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഉപഭോക്താവിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നൽകാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സമസ്ത ലീഗ് ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിട്ടില്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത പ്രവർത്തകരെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഉമർ ഫൈസി പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ.
സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണി മുഴക്കൂല. സമസ്ത പ്രവർത്തകരെ ഇതിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, അവരെന്ത് ബുദ്ധിമുട്ടാക്കാൻ? അത് ഇതിപ്പോൾ അയാളോട് ചോദിക്കേണ്ടതാണ്. അയാൾ എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അയാൾ പറഞ്ഞേ കേട്ടു. കൂടിക്കാഴ്ചപ്പോൾ കാണുമ്പോഴേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരായിട്ടും കൂടിക്കാഴ്ച. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദം അതല്ലേ. നമ്മളും തിരഞ്ഞെടുപ്പിച്ചിട്ട് ബന്ധമില്ലല്ലോ. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് സംസ്ഥയുടെ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ചില പ്രസ്താവനകൾ നടത്തിയത്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥയുടെ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ലീഗുമായുള്ള ഒരു ബന്ധത്തിൽ വലിയ രീതിയിൽ ഒരു അകൽച്ച ഉണ്ടായി എന്ന് തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങളോടുള്ള മറ്റ് ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് പള്ളികളിൽ മതമേലധ്യക്ഷന്മാരെ കയറ്റിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതിനുള്ള ഒരു മറുപടിയായിക്കൊണ്ട് ഒരു മറുചോദ്യമാണ് ജിഫ്രി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മണ്ടന്മാരെയാണോ പിന്നീട് പള്ളിയിൽ കയറ്റേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതോടൊപ്പം തന്നെയാണ് MV ജയരാജൻ അതുപോലെ ഉമർ ഫൈസി കൂടിക്കാഴ്ച, ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊരു മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ്, അതിൽ തെറ്റില്ല. ഇത്തരത്തിൽ സംസ്ഥയുടെ നേതാക്കൾ പല രാഷ്ട്രീയ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്ന കാര്യവും മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ചിലയിടങ്ങളിൽ സംസ്ഥയുടെ നേതാക്കൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, അത് മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമേ മദ്രസകളിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള ചില സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിൽ അത്തരത്തിൽ ഉസ്താദുമാരെ ഒഴിവാക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല, അത്തരം നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം കൂടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയെ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം കാർത്തിക് റെഡ്ഡിയെ മൊഴി നൽകാൻ വിളിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കാണാതായത്. അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, വിവരണം എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രജ്വൽ രേവണ്ണയുടെ ഡ്രൈവറായിട്ടുള്ള കാർത്തിക് റെഡ്ഡിക്ക് നോട്ടീസ് നൽകിയിരുന്നു. മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഹാജരാകണം എന്നതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. അത് ഹാജരാകാൻ പറഞ്ഞിരുന്ന തീയതി ഇന്നാണ്. എന്നാൽ കാർത്തിക് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായില്ല. പിന്നീട് പോലീസ് ഈ കാർത്തികിന്റെ വീട്ടിലെത്തുകയും അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ കുടുംബാംഗങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കാർത്തിക് റെഡ്ഡി എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ല. പിന്നീട് പോലീസ് അതിൽ പ്രാഥമികമായിട്ട് ഒരു അന്വേഷണം കൂടി നടത്തി. എന്നാൽ ഈ കാർത്തിക് റെഡ്ഡി കാണാതായി അല്ലെങ്കിൽ എവിടെ പോയി എന്ന കാര്യത്തിൽ പോലീസിന് നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ പരാതിയിൽ ഇപ്പോൾ ഒരു മിസ്സിംഗ് കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്. ആലുവ ചൊവ്വരയിൽ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിടിയിലായ 3 പ്രതികളെ റിമാൻഡ് ചെയ്തു. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇന്നലെയാണ് കേസിലെ 5 പ്രതികളെ പിടികൂടിയത്. അതിൽ സനീർ, ഫൈസൽ, ബാബു, മുബാറക്ക ഈ 3 പേരെയാണ് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർ നേരിട്ടെത്തി ഈ അക്രമം, അതായത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗൂഢാലോചന നടത്തി അക്രമം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. 5 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. ഗൂഢാലോചന കേന്ദ്രം കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.